ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് വ്ലോഗ്സ്. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഇന്ന് ഫേസ്ലെസ് വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, നമ്മളിതാ തുറവള്ളി ഫോറസ്റ്റിൽ വീണ്ടും തിരിച്ചെത്തി. കുറച്ച് മാക്രോ എന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ ഇരിക്കുന്ന ലെൻസ് മാക്രോ കേപ്പബിലിറ്റി ഉള്ള ലെൻസാണ്. സിഗ്മയുടെ കുറേ പഴയ ലെൻസാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ പഴയ 17-50 f2.8. പക്ഷേ അത്യാവശ്യം മാക്രോ കിട്ടും. അതുപോലെ ഫോറസ്റ്റൊക്കെ ഇപ്പോഴത്തെ ആ ഒരു സീസണിലൊരു ഡിഫറെൻറ്റ് ലുക്കാണ് കേട്ടോ. ഒരു എന്താണ്, നമ്മുടെ ലീവ്സൊക്കെ വീണിങ്ങനെ ഒരു എന്തൊരു അമേരിക്കൻ ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ എന്താണ് നമ്മുടെ US പോയ ടൈമിൽ അവിടുത്തെ ആ ഒരു ട്രക്കിങ്ങിന് പോയ സ്ഥലത്ത് ആ ഒരു ഫോറസ്റ്റിൻ്റെ ഒക്കെ ഒരു ഫീലുണ്ട്. ഇപ്പം മറ്റേ ആ ലീവ്സൊക്കെ വീണിട്ട് നല്ല ഭംഗിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ ആ ഒരു ഫ്ലവേഴ്സൊക്കെ വരുന്ന ഒരു സീസണിൽ വരുമ്പോൾ കിടിലമായിരിക്കും. ഫോറസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ തുറവള്ളി ഫോറസ്റ്റ്, അതായത് ഓക്സിജൻ പാർക്ക്. അങ്ങനെ 2 പേരാണ് ഇതിനുള്ളത്. ഓക്കെ, നമുക്കിങ്ങനെ നടക്കാം. ഞാൻ ഇപ്രാവശ്യം കുറച്ച് നോക്കട്ടെ, എന്തെങ്കിലും മാക്രോ ടൈപ്പ് ഫോട്ടോസ് എടുക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് വന്നേക്കുന്നത്. നമുക്കിവിടെ തൊട്ടടുത്തേക്കൂടെ തന്നെ വഴിയുണ്ട്. പക്ഷേ നടക്കുമ്പോൾ ഒരു എന്താണ് മറ്റേ ചെടി, ഈ ലീവ്സ്, ഉണങ്ങിയ ലീവ്സിൻ്റെ മുകളിൽ നടക്കുന്ന സൗണ്ട് നൈസാണ്. പിന്നെ നമുക്ക് പീകോക്സ് ഈ ടൈമിൽ ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ സമയം ഏകദേശം 7:35. ഫ്ലവേഴ്സ് അങ്ങനെ അധികം കാണാനില്ല, പക്ഷേ ഒരു ഭംഗിയുണ്ട്. കുറേ നാൾക്ക് ശേഷം കേട്ടോ ഞാൻ വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ 2026 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വളരെ ബിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാപ്പി ന്യൂ ഇയർ. കുറച്ച് മടിയായിപ്പോയി. നാട്ടിലൊക്കെ പോയിട്ട് ഡിസംബറിൽ നാട്ടിലായിരുന്നു, ക്രിസ്മസിൻ്റെ ടൈം. അത് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ക്രിസ്മസിന് നാട്ടിലുണ്ടായിരിക്കുന്നത്. എനിക്ക് നമ്മൾ മാക്രോ ഒക്കെ എടുക്കുമ്പോൾ ഇച്ചിരി സ്ലോ ആയിട്ട് പോയാലേ നമുക്ക് എന്തെങ്കിലും, ഞാൻ അതേ മാക്രോ ചെയ്തിട്ടില്ല. എല്ലാം കൂടുതലും നമ്മൾ പീപ്പിൾ ഫോട്ടോഗ്രാഫി ആണല്ലോ. സ്ലോ ആയിട്ട് പോയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നൈസ് സാധനങ്ങൾ കിട്ടത്തുള്ളൂ. ഇനിവേസ് നമ്മൾ ഏകദേശം ഒരു റൈറ്റ് ടൈമിലാണ് ഇവിടെ വന്നേക്കുന്നത്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു എന്താണ്, ആ ഒരു സിലുവറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. എനിവേസ് നടക്കാം. അതുപോലെ കേസ് നമ്മൾ ഇത്തവണ വരുമ്പോൾ കുറച്ച് പുതിയ വഴികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ വഴിയൊന്നും നേരത്തെ ഇല്ലായിരുന്നത്. അവർ പുതിയത് ഒരു ആൾക്കാർക്ക് കൂടുതൽ നടക്കാനുള്ളൊരു സൗകര്യം ഒരുക്കിയിരിക്കുന്നതാണെന്ന് തോന്നുന്നു. നമുക്കിവിടെ ഒരു നൈസൊരു പിക്ക് എടുത്താലോ. നല്ലൊരു ബാക്ക് ലൈറ്റിംഗ് ഉണ്ട്. ഇതൊക്കെ റെഗുലർ ഫോട്ടോസിൽ പെടുന്ന കാര്യങ്ങളാണല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇത് എൻ്റെ ഒരു പ്രശ്നം അത് തന്നെ തോന്നുന്നു. ഇതൊക്കെ എല്ലാവരും എടുക്കുന്നതാണെന്ന് വിചാരിച്ച് ഞാൻ പല സ്ഥലങ്ങളിലും ഫോട്ടോ എടുക്കത്തില്ല. അങ്ങനൊരു പ്രശ്നം എനിക്കുണ്ട്. അത് നിങ്ങൾക്കും ഉണ്ടോ? അങ്ങനെ ഒരു കോമൺ സംഭവമാണോ ഇതൊക്കെ എല്ലാവരും എടുക്കുന്നതാണ്, നമ്മൾ വലിയ പ്രൊഫഷണലാണല്ലോ എന്നൊരു ചിന്ത വന്നിട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ ഫോട്ടോ എടുക്കാതെ പോകും. പിന്നീട് നമുക്ക് തോന്നുന്നു ഇവിടുന്ന് എടുത്താൽ കൊള്ളായിരുന്നു എന്നൊരു തോന്നൽ പിന്നീട് വരും. അതെങ്ങനെ നിങ്ങളെങ്ങനെ ഓവർകം ചെയ്തു ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. ഇവിടെ ഒരു ചെറിയ ഒരു ലീഫിലായിട്ട് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കറങ്ങി വന്ന് വീഴുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം, ഹൗ ഇറ്റ് വിൽ കം, എങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് ഇപ്പം ഇതിലാണ് കിടക്കുന്നത് കേട്ടോ, വീഡിയോയിലാണ് കിടക്കുന്നത്. നമുക്ക് പയ്യെ ഫോട്ടോയിലേക്ക് മാറ്റാം. ഫുൾ വീഡിയോ സെറ്റപ്പിലായിരുന്നു കിടന്നത്. ഓക്കെ നൈസ്. നല്ലൊരു ഫോട്ടോ പോലെ തോന്നുന്നു നമുക്ക്. ഒരു ചെറിയൊരു ഇത് കേട്ടോ, ഭയങ്കര ചെറിയൊരു ഇത്. അത് ലൈറ്റ്, ബാക്ക് ലൈറ്റ് വന്നിട്ട് നൈസ് സാധനം. ശരിക്കും മാക്രോ ഉണ്ടെങ്കിൽ, മാക്രോ ലെൻസ് ഉണ്ടെങ്കിൽ ഇത് നൈസായിരിക്കും.
നമുക്ക് ഫോക്കസ് വേണമെങ്കിൽ ഇത്രയും ദൂരം വേണം. നൈസായിരുന്നു കേട്ടോ, നൈസ് സാധനം. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ കുറേ നടന്നു കേട്ടോ. 2 ഫോട്ടോയെ നമ്മൾ എടുത്തിട്ടുള്ളൂ. കുഴപ്പമില്ല, ഇത് നല്ലൊരു ഫീലിംഗ് ആണല്ലോ. കുറേ നാളിന് ശേഷമാണ് ഞാൻ ഈ ഒരു സംഭവത്തിന്, ഇവിടെ മാത്രമല്ല, ഒരു നാട്ടിൽ വന്ന് ട്രാവൽ പോയിട്ട് വന്നതിന് പിന്നെ എങ്ങോട്ടും പോയിട്ടില്ല. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ മുമ്പ് പറഞ്ഞേക്കുന്ന പോലെ ഒരു 30 മിനിറ്റ്സ് മാക്സിമം ട്രാവലാണ്. കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നൈസ് കുറച്ച് ഫോട്ടോസ് നമുക്ക് എടുക്കാമായിരുന്നു. വേറെ ഫോട്ടോസിന് ഓപ്ഷൻ ഇല്ലെന്നല്ല, ഇത്രയും വലിയ കാട്ടിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതൊരു ക്രിയേറ്റിവിറ്റിയുടെ കുഴപ്പമാണ് അല്ലേ. നോക്കാം നമുക്ക്. ഇപ്പോൾ കേസ് ഞാനിവിടെ വന്നിട്ട് ഏകദേശം അരമണിക്കൂറായി കേട്ടോ. ഇപ്പോൾ 8 മണിയാകാറായി. പക്ഷേ തണുപ്പുണ്ട്, വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ട്. നല്ലൊരു ഫീലാണ് ഇവിടുത്തെ. ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്. മെയിൻ റീസൺ നമുക്ക് എന്താണ്, മതിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ചെറിയ വനം, പേടിയില്ലാതെ നമുക്ക് നടക്കാം. എനിക്ക് തോന്നുന്നു മൃഗങ്ങളും അല്ലെങ്കിൽ പക്ഷികളൊക്കെ ആയിട്ട് ഒരു മയിലുകൾ മാത്രമേ ഉള്ളൂ ഇച്ചിരി വലിയ ഒരു ജീവി എന്ന് പറയുന്നത്. കുരങ്ങന്മാർ പോലും ഇല്ല. ഇതവിടെ കുരങ്ങന്മാർ ഇവിടെ. സാധാരണ ബാംഗ്ലൂർ എവിടെ പോയാലും കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട്, ഔട്ട്സൈഡ് സിറ്റി പോയാലും. ഇവിടെ മാത്രം എന്തോ ഇല്ല. അതെന്തായിരിക്കും കാരണം? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിതാ ശരിക്കും പറഞ്ഞാൽ എന്താണ്, പുല്ലോ അങ്ങനെ എന്തൊരു സാധനമാണ്. പക്ഷേ ഇതിൻ്റെ കുറേ വള്ളികൾ പോലെ ഇങ്ങനെ സാധനം വന്നിട്ടൊരു പാറ്റേൺ ഉണ്ട്. നമുക്ക് ആ ഒരു പാറ്റേൺ ഇത് എടുക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. എത്രമാത്രം അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ട്രൈ ചെയ്യാം. കുഴപ്പമില്ലാത്ത ഒരെണ്ണം കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അത്ര വലിയ സംഭവമൊന്നുമല്ല, ബട്ട് ഓക്കെ. പക്ഷെ ഒരു അബ്സ്ട്രാക്ട് ഫോട്ടോഗ്രാഫി ആയിട്ടൊക്കെ നമുക്കത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പുതിയൊരു റൂട്ടിൽ കയറി കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഒരു കൺട്രോൾഡായിട്ട് കാട് കത്തിച്ചിട്ട് ആണെന്ന് തോന്നുന്നു വഴി അവരുണ്ടാക്കിയിരിക്കുന്നത്. മീൻസ് ഈ കരിഞ്ഞ് കിടക്കുന്നതാണ് മൊത്തം. റോട്ടിലൊരു ബ്ലാക്ക് ഇതുണ്ട്, ഒരു ചാരം നൈസായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് കിടക്കുകയാണ് വഴി. എന്താ നമ്മുടെ നാട്ടിൽ ഈ ടൂറിസ്റ്റുകളുടെ ബഹളമില്ലാത്ത ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ടോ? സംശയമാണ് അല്ലേ. എനിക്ക് തോന്നുന്നു ഇവരിങ്ങനെ ഈ ഇങ്ങനെ കുറേ വഴികൾ വന്നതുകൊണ്ട് ഫോറസ്റ്റ് ഏരിയ ഇച്ചിരി ചുരുങ്ങിയിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കിനും ചിലപ്പോൾ ഈ മയിലുകൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാവൽ പോകണമെങ്കിൽ ഇതുപോലുള്ള വഴികളൊക്കെ ക്രോസ് ചെയ്ത്, മോനെ എന്താ രസം, താഴെ നോക്കി ഇതുകൊണ്ടോ വഴികളൊക്കെ ക്രോസ് ചെയ്ത് വേണം പോകാനായിട്ട്. ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ നൈസായിട്ടുണ്ടല്ലോ. ആ വഴിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ആ മിഡിലുള്ളൊരു വഴിയുണ്ട്, അങ്ങോട്ട് കയറാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ എന്താണ് മോർണിംഗ് വാക്ക് ഏകദേശം കഴിയാറായി. 2 ഫോട്ടോ എടുത്തുള്ളൂ കേട്ടോ. മോർ നമുക്ക് എടുക്കണം. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഒരു ഫോട്ടോഗ്രാഫേഴ്സ് ഐയൊക്കെ പഴയ പോലെ ഒരു സംഭവം നമുക്ക് വരുന്നില്ല. ഒരു മെൻ്റൽ ബ്ലോക്ക് ആയിരിക്കാം. എനിവേസ് പയ്യെ നമുക്ക് പിടിച്ചു കയറണം. ഇതും പുതിയ വഴിയാണ്. ഇത് ആ മിഡിലോട്ട് തന്നെ ചെല്ലണം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മിഡിൽ ചെന്നാലും നമ്മൾ ഗേറ്റിൻ്റെ അങ്ങോട്ട് നമുക്ക് പെട്ടെന്ന് നടന്നെത്താൻ പറ്റും.
ഈ ലീവ്സിൻ്റെ ഒക്കെ പാറ്റേൺ ഞാനൊന്ന് നോക്കട്ടെ, ജസ്റ്റ് ഒരു എക്സസൈസ് പോലെ. അതുപോലെ കേസ് ഞാനിപ്പം കാനോണും സോണിയും ഒരുമിച്ച് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. സോണിയുടെ ഒരു 6700 നമ്മൾ വാങ്ങിയായിരുന്നു. പക്ഷേ ഇപ്പോഴും ആ ഒരു കാനോണാണ് കറക്റ്റ്. നമുക്ക് ആ കൈയൊക്കെ കറക്റ്റായിട്ട്, അത് ഇത്രയും വർഷം യൂസ് ചെയ്തതിൻ്റെ ഒരു ഇതാണ് കറക്റ്റ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് അപ്പർച്ചറും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിട്ട് കാനോണാണ് ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. ആ ഓരോ ഡയൽസിൻ്റെ ഒക്കെ പൊസിഷൻ. അപ്പോൾ കേസ് നമ്മൾ ആ മെയിൻ റോഡിൻ്റെ അവിടെ എത്തി കേട്ടോ. മെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മിഡിലൊരു മെയിൻ റോഡെന്ന് പറഞ്ഞാൽ ടാറിട്ട വഴിയൊന്നുമല്ല, ഈ പാർക്കിനകത്ത് മെയിൻ റോഡ് നമ്മളെത്തി. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി, സബ്സ്ക്രൈബ് എല്ലാവർക്കും നന്ദി. ഞാൻ തിരിച്ചു വരും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ.